പുറത്തു പോ പുറത്തു എല്ലാരും ചോദിക്കുന്നുണ്ട് കൈ എങ്ങനെയുണ്ട്. നന്ദുസിന്റെ വണ്ടി ഒന്നും തോന്നും കൈ എങ്ങനെയുണ്ടാന്ന് ചോദിച്ചത്. കൈയൊക്കെ പോയി. നീ എന്താ പറയല്ല എന്തോ എന്തായാലും വേദനയൊന്നും ഇല്ല. ഇപ്പൊ അറിഞ്ഞുവിടും വേദന ഉണ്ടായിരുന്നാ തോന്നുന്നു, ഓർമ്മയില്ല. ജോലി തിരക്കിന്റെ ഇടയിൽ ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള നേരമില്ല. നമുക്ക് നമ്മുടെ കാര്യം ശ്രദ്ധിക്കാനായിട്ടൊരു സമയമൊന്നും കിട്ടണില്ല. അപ്പൊ അതുകൊണ്ട് വേദന ഉണ്ടോ ഇല്ല എന്നുള്ള സത്യമായിട്ട് ആ സമയത്ത് കൂടി വേദന ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒരുപാട് പേര് എന്ത് പറ്റിയെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചു, വിളിച്ചു. പിന്നെ കമന്റ് തന്നെ ഒരുപാട് പേര് എന്ത് പറ്റുമോന്ന് ചോദിച്ചു. ഒരു താങ്ക്സ്. നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ വിഷമിക്കാൻ കുറച്ച് പേരുണ്ടല്ലോ. ഭയങ്കര സന്തോഷം തന്നെയാണ്. അപ്പൊ നമ്മളിപ്പോ ഞാൻ കണ്ടല്ലോ, ഒരു യാത്ര പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. യാത്രയുടെ വിശേഷങ്ങൾ പറയാം ബാ. അയ്യോ വയ്യ, വാർദ്ധക്യ സഹജമായ രോഗം. ഒരു കാര്യം പറയാം, ശ്രദ്ധിച്ച് കേക്കണം. അടുത്ത് പറഞ്ഞേ. നമ്മള് ഒരാഴ്ച ഇവിടെ കാണൂല. ഓ, ഞാനും നിങ്ങളെ മോനും പിള്ളേരൊന്നും ഇവിടെ കാണൂല. ആ അമ്മ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവരെ കൂടെ മര്യാദയ്ക്കൊക്കെ ഈ വീട്ടിൽ നിക്കണം. നിക്കോ? അതേ ബഹളാവോ? ഉറപ്പന്നെ? ഉറപ്പന്നെ? പ്രോമിസ്? 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 അങ്ങനെ പറ്റൂല, ഇങ്ങനെ കൈ വയ്ക്കണം. ഇടി. പ്രോമിസ്. പ്രശ്നം അവര് ഒറ്റയ്ക്കേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ ഈ പറഞ്ഞ കണക്ക് സമയാസമയം വന്ന് ചായ ചോറെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ തരുന്ന പോലെ അവർ തരണമെന്ന് നിർബന്ധമില്ല. ഒന്ന് അവർക്ക് ചെവി കേട്ടുകൂടാ, നിങ്ങൾക്കും കേട്ടുകൂടാ. ആർക്കെങ്കിലും ഒരാൾക്ക് കേൾക്കാനെങ്കിൽ ബാലൻസ് ചെയ്ത് പോവായിരുന്നു. ഓ, പിന്നെ പറയുന്ന ആൾക്ക് പിന്നെ നന്നായിട്ട് കേൾക്കാമല്ലോ. ഓ നിങ്ങൾക്ക് കേൾക്കാമോ? ചെവിയാ? ചെവി പറഞ്ഞിട്ടില്ലേ? ഇത്രയൊക്കെ പറയണം കേട്ടോ. അപ്പം പ്രശ്നം ഇതാണ്, നമ്മൾ പോണ്. അപ്പൊ നമ്മൾ ഒരാഴ്ച ഇവിടെ കാണൂല. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ എത്ര ദിവസം? ഒരു മാസം. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ എത്ര ദിവസം? 7 ദിവസം. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഇത്രയും ദിവസം നമ്മളിവിടെ കാണൂല. കേട്ടല്ല? നമ്മള് പോവാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. മക്കളെ എവിടെ പോണെന്ന് പറഞ്ഞൂടെ അച്ചാമ്മക്ക്? എവിടെ പോണ? ട്രെയിനിൽ പോണം. ട്രെയിനിലാണ് പോണത് നമ്മള്. അപ്പൊ ഇവര് മാത്രമേ കാണുള്ളൂ. ഓ, ഇവര് മാത്രമേ കാണുള്ളൂ. അപ്പൊ ഞാനും കൂടെ ഇവിടെ നിക്കോ? ഇവിടെ കിടക്കാം അടുക്കളയിൽ. നിങ്ങൾ വരണില്ലല്ല? ഞാൻ വരണില്ല. ഇനി എന്നെ കൊണ്ടുപോകണം പറഞ്ഞെങ്കിൽ ആ സാരി എടുത്ത് മാറ്റിക്കൊണ്ട് വന്ന ഉടുപ്പ് എടുത്ത് കിട്ടിയെന്നാ മതി. അത് നിങ്ങൾക്ക് ബോധമില്ലല്ലോ. ബോധമില്ല. ഇനി ഒരു ബോധമുണ്ട്. നിങ്ങൾക്ക് വരാൻ ഇഷ്ടമല്ലല്ലോ. ഓ, എനിക്ക് വരാൻ ഇഷ്ടമില്ല. നിങ്ങൾക്ക് വരാൻ ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങളെ എന്നെ വിളിച്ച എന്നെ ഉടുപ്പും പാൻറ്റും എടുത്ത് കിട്ടിയെന്നെങ്കിൽ അത് എടുത്ത് ഇട്ടും കൂടെ വരായിരുന്നല്ലേ. നിങ്ങളാ? എനിക്ക് പൊട്ടും കരിയൊക്കെ ഞാൻ വാങ്ങിച്ചു. എനിക്കൊന്നും വയ്യ നിങ്ങളെ കൊണ്ടുപോകാൻ. വീട്ടിൽ കുളിച്ചും കൊണ്ടിരിക്കല്ലേ. 2 ദിവസം കൊണ്ട് നിങ്ങൾ നടക്കണം എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഓർമ്മയൊന്നും ഇല്ലാത്ത രീതിയിലല്ലേ നിങ്ങൾ നടക്കണം. പിന്നെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം? ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ കൊണ്ടുപോകായിരുന്നു. 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ. ഓർമ്മയില്ല. നിങ്ങൾ 2 ദിവസം കൊണ്ട് നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ അല്ലേ നടക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകാനായിരുന്നു. നിങ്ങൾ ട്രെയിനൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? കഷ്ടമായിപ്പോയി. നമ്മളെ കൂടെ ഇപ്പൊ കൊണ്ടുപോകായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ. നിങ്ങൾ എപ്പോഴെങ്കിലും ട്രെയിന് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ട്രെയിൻ അല്ല, ട്രെയിൻ കണ്ടിട്ടില്ല. ജീവിതത്തിൽ ഒരു വട്ടം പോലും കണ്ടിട്ടില്ലേ? ഒരു ദിവസവും കണ്ടിട്ടില്ല. വീട്ടിൽ ആരും കൊണ്ടുപോയിട്ടില്ല. പത്രത്തിലും കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? ട്രെയിൻ എങ്ങനെ ഇരിക്കും അറിയാമോ? അത് എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടില്ല. കേറിയിട്ടൂല്ലേ? തന്നെ ബസ്സിൽ കയറിയിട്ടുണ്ടോ? ബസ്സിൽ കയറിയിട്ടുണ്ട്. ട്രെയിനിൽ കയറിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് വരാൻ ഇഷ്ടമില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കൊണ്ടുപോകുമായിരുന്നു.
ട്രെയിനും ബസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? ഞാൻ കണ്ടില്ല. കണ്ടിട്ടില്ലേ? അവര് കണ്ടിട്ടില്ലാത്ത അവരില്ല ട്രെയിനും ബസ്സും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കണം എന്നെയല്ലേ ആദ്യം അടിക്കാൻ. നിങ്ങക്ക് ഓർമ്മയില്ല, ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ കൊണ്ടുപോകാനായിരുന്നു. നിങ്ങൾ അവിടെ ഇരിക്കണുണ്ടില്ലേ കണ്ണും ചത്ത് ക്രാവി ക്രാവി. കണ്ണങ്ങനെ ഇരിക്കുള്ളൂ. അങ്ങനെ ഇരുന്നാ എങ്ങനെ കൊണ്ടുപോണ? മര്യാദക്കായിരുന്നെങ്കിൽ കൊണ്ടുപോവായിരുന്നു. പറഞ്ഞാ നിങ്ങള് കൊണ്ടുപോകും. ഉടുപ്പും പാൻറ്റും ഒക്കെ ഞാൻ ഇട്ടുകൊണ്ട് വരാം. ബോധമില്ലാത്ത നിങ്ങളെ കൊണ്ടുപോയിട്ട് എന്തിനാ? അതൊക്കെ ഉണ്ട്. ഈ മരുന്നക്കാരി നീ പെയ്യാ ഈ മരുന്നക്കാരി അത് ഞാൻ അവരെ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. തുങ്ങും കൊണ്ട് ഇവിടെ കിടക്കാം. അവര് കലുതഴിക്കാനിട്ട് കഴിയും. എന്നെയും കൂടെ കൊണ്ടുപോണേ, എന്നെയും കൂടെ കൊണ്ടുപോണേ. പോണേ, ഇനി പോകാനടുത്ത് എന്നെ കൂടെ കൊണ്ടുപോകും. എന്നെ കൂടെ കൊണ്ടുപോണേ. ഞാൻ ഇപ്പം പോയി തൂത്തു വെക്കുമായിരുന്നു. നീ ഇല്ലാത്ത പറ്റി ഞാൻ അങ്ങനെ നിൽക്കും. നീ കൂടെ കൊണ്ടുപോവാന. നീ അവനും കൊച്ചും കൂടെ പോയല്ലേ. അപ്പൊ എന്നെ കൂടെ കൊണ്ടുപോകും. എനിക്ക് വയ്യ, നിങ്ങൾക്ക് നടക്കാനൊന്നും വയ്യ. ഞങ്ങളെ പിടിച്ച് നടക്കണം. നടക്കാന് എന്തിന്? നിങ്ങൾക്ക് ഓർമ്മയൊന്നും ഇല്ലല്ലോ 2 ദിവസം കൊണ്ട്. പിന്നെ എങ്ങനെ ഓർമ്മയൊന്നുമില്ല. നീ എവിടെ പോണേന്ന് ചോദിക്കാത്തത്? നീ എവിടെ പോണാ? ഞാൻ ചോദിച്ചപ്പോഴല്ലേ ചോദിക്കണ. നീ എവിടെ പോണാ? നമ്മള് ട്രെയിനിൽ കയറി രാമേശ്വരത്ത് പോണു. രാമേശ്വരത്ത് ബലിയിടാൻ പോണു. നിങ്ങക്ക് പിന്നെ വരാൻ ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളെ കൊണ്ടുപോകണം. എന്നെ കൊണ്ടുപോയില്ല. നിങ്ങക്ക് വരാൻ ഇഷ്ടമില്ലല്ലോ. നീ ആ ഉടുപ്പും പാൻറ് കൊടുത്ത് ഇട്ടുകൊണ്ട് വരാം. എന്നിട്ട് ഈ നൈറ്റ് ഇട്ടോണ്ട് വരാം. അതിന് നിങ്ങളെ ഞാൻ കൊണ്ടുപോകണില്ലല്ലോ, പിന്നെ നിങ്ങൾ നൈറ്റി പിടിക്കണ? ചിന്താവിഷ്ടയായ ആഘാതത്തിലോട്ട് ഞാൻ ആഴ്ന്നു പോകും. ഞാൻ പോണു, എനിക്കിവിടെ ഇരിക്കാൻ നേരമില്ല. ഞാൻ പോയി ഇറങ്ങട്ട്. അവര് ഗുളിയൊക്കെ തരും കേട്ടാ. ഗുളിയൊക്കെ തരും, വാങ്ങിച്ച് തിന്നോണം കേട്ടാ. എണീച്ച് പോവേണേ, എനിക്ക് ജോലിയുണ്ട്. അവള് ഒരിക്കലും കൊണ്ടുപോകില്ല. അവള് മഹാദുസത്യാണ്. അവള് ഒരിക്കലും കൊണ്ടുപോകില്ല. അവള് ദുസത്യാണ്. അവള് ഒരിക്കലും കൊണ്ടുപോകില്ല. കൊണ്ടുപോണ്ട. അവള് ദുസ്സത്യാണ്. അവള് മഹാദുസത്യാണ്. അവള് ഒരിക്കലും കൊണ്ടുപോകുന്നില്ല. അവള് എനിക്കാണെങ്കിൽ ആ പാൻറ് കൊടുത്ത് തരുന്ന ഇട്ടുകൊണ്ട് പോവാൻ. അവള് മഹാദുസത്യാണ്. അവള് ഒരിക്കലും കൊണ്ടുപോകില്ല. എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ. ഇനി ഞാൻ പറയില്ല. എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ. അത് നിങ്ങളെ പറയും. എവിടെ ദുഃഖത്തെയാണ്. നീ ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല. എവിടെ ആര് ഒരു ഗുണച്ചേനാവളല്ല. ഒരിക്കലും ഞാൻ ഒരിക്കലും ഗുണം പിടിക്കാത്തോണ്ടേ നിങ്ങളാണ് ഇങ്ങനെ ചാരി വിശാലമായിട്ട് ഇങ്ങനെ കിടക്കണത്. ഒരിക്കലും ഗുണം പിടിക്കൂല. എന്നാ പറയാ. അവളെ എന്തൊരു പറയണേ ചെറുക്കാൻ. നീ ഒന്ന് പറയാർക്കാ. ഞാൻ പറയില്ല. നീ പറഞ്ഞാണ്.
എന്തായാലും വേണ്ട. അല്ല അങ്ങനെയല്ല, നിങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്. ഒരിക്കലും കുണം പിടിക്കൂല അങ്ങനെ എന്തൊക്കെയല്ലേ പറഞ്ഞ. ഒരിക്കലും പാനിക്കില്ല. എന്തായിരുന്നു? രാക്ക് പാനിക്കില്ല. ആര് പാനിക്കും? ഓ പ്രാക്ക് വലിക്കുവെന്നാ? അത് നല്ലത് തന്നെ, പ്രാക്ക് ഫലിക്കണം. എന്നാല് അമ്മയും മക്കളും ആസ്വദിക്കണം. എനിക്കൊന്ന് കാണണം. ഓ അടുത്ത വട്ടം ആവാ. എന്താണാവോ? എന്താണാവോ? കൊള്ളാം, നല്ല രസമുണ്ട്, ഇഷ്ടപ്പെട്ടു. കുളിക്ക്. ക്യാൻസൽ ചെയ്തടാ. എടാ അമ്മാമ്മയ്ക്ക് വയ്യ, ആശുപത്രി കൊണ്ടുപോയി ഇതോ കൊണ്ടുവന്ന് ഇഞ്ചക്ഷൻ ട്രിപ്പ് ഇട്ടിട്ട് ഇപ്പൊ ക്യാൻസൽ ചെയ്ത്. ഞാൻ ഒന്നും പറയണില്ല. ഒരിക്കലും പ്രാക്കം കേട്ടോണ്ടിരിക്കുന്നത് കൊണ്ടുപോകാത്തന്നെ. എപ്പോഴാണ് അടുത്തടുത്ത വന്നിട്ട് തള്ളണം. ഇല്ല പോണില്ലടാ. അപ്പൊ അവളെന്തിനാ അവൾ ഒരുങ്ങിക്കണ? ഇനി അവളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും നമ്മളിത് പോണില്ല എന്നുള്ള കാര്യം? എന്നെ കൊണ്ടാ എവള് പോണ ഈ ദിവസത്തിൽ തള്ള എന്നെ കൊണ്ടുപോകാതെ എന്നെ കൊണ്ടുപോകും. ദുഷ്ടത്തി ഇതൊക്കെ വാങ്ങിച്ച. ഹലോ ഗൈസ്, വാ. വാ കൊള്ളാം കേട്ടോ. എന്താ മറ്റേ ഉടുപ്പ് ഇവിടെ? അപ്പൊ കറക്റ്റ് ആവും. ഇതാര് ബാഗി പാൻറ്? നമുക്കിനി പോകുന്നത് അമ്മ നമ്മളെ ഇറങ്ങാണ് കേട്ടോ. മടം ഞങ്ങൾ പോവാനുള്ള ബാഗൊക്കെ ഒരുക്കുവാണ് കേട്ടോ. ഇവിടെ ഇരുന്നോണം കേട്ടല്ലോ. നിങ്ങളെ കൊണ്ടുപോവില്ല, ഞങ്ങൾ എല്ലാരും കൂടെ പോയിട്ട് വരും കേട്ടാ. ഇങ്ങോട്ട് നമ്മൾ പോയി ഐസ്ക്രീം തിന്നും, ട്രെയിനിൽ യാത്ര ചെയ്യും, ലോകം മുഴുവൻ കറങ്ങി നടക്കും. അല്ല ഇങ്ങനെ ഇങ്ങോട്ട് നിങ്ങളെ കൊണ്ടുപോവില്ല. കരയിട്ടു, നന്നായിട്ടൊന്ന് കരയിട്ടു. മര്യാദയ്ക്ക് ഞാൻ കൊണ്ടുപോയത് എന്നെ പ്രാവിയതല്ലേ. ഇങ്ങോട്ടോക്ക്, നമ്മള് പോവല്ലോ കറങ്ങാൻ. ഇങ്ങോട്ടോക്കുന്നേ, ഇങ്ങോട്ടോക്കുന്നേ. ഇപ്പൊ പൊട്ടും കേട്ടാ, ബോംബ് പൊട്ടാറായിരിക്കുകയാണ്. ഈ ബാഗ് ഒന്ന് ഓ അതിനകത്തില്ലാത്ത അവളെ ബാഗ് കുടിക്കാൻ. ഇനിയിപ്പൊ പാവല്ലേ, കൊണ്ടുപോവല്ലേ, പ്രാവിയതല്ലേ. എന്നെ കൊണ്ടുപോണേ. കൊണ്ടുപോണോ? എന്നെ കൊണ്ടുപോയി എനിക്ക് എന്തൊരു ഉപയോഗം? കൊണ്ടുപോയ എന്തൊരു ഉപയോഗം എനിക്ക്? എന്തായാലും ഉണ്ട്. എന്തൊരു ഉപയോഗം? നീ കൊണ്ടുപോകണം. എന്തൊരു ഉപയോഗം ഉണ്ട് എനിക്ക്? കൊണ്ടുപോകണം. എന്തൊരു ഉപയോഗം? എന്തായാലും ഉപയോഗം തരാം. എന്തൊക്കെ നീ കൊണ്ടുപോകണം. ആ കഴുത്തി കിടക്കണ മാല ഉരുത്തരോ? കഴുത്തി കിടക്കണ മാല ഉരുത്തരോ? പോണേ. ശരി ഞാൻ എന്തായാലും ആലോചിക്കട്ടെ കേട്ടാ. കേട്ടാ കേട്ടാ കേട്ടാന്ന് നീ കേട്ടാ, ആലോചിക്കട്ടെന്ന്. പോണേ. ബാ നമുക്ക് പോകുന്ന പ്രിപ്പറേഷൻസ് ചെയ്യണം. ബാ ഞാൻ പെണ്ണിന്റെ പറയാർക്കാ. ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം. പക്ഷെ നിങ്ങൾ പ്രാവി എന്തിന്? നീ പറ ഞാൻ നോക്കട്ടെ. ഒന്ന് പറയാ. പിറന്നോളെ. ബാ ഓക്കെ. അപ്പൊ ബാ നമ്മുടെ പ്രിപ്പറേഷൻസ് കാണണ്ടേ. നമ്മൾ ആക്ച്വലി എല്ലാം എന്താ കെട്ടിപ്പോഞ്ഞ് വെച്ച് വേണ്ട. ഇതില് അമ്മയെ ചുമ്മാ ഒന്ന് ഇളക്കാനായിട്ട്, കാരണം ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അമ്മ ട്രെയിൻ ഒന്ന് നേരിട്ട് കാണാൻ തന്നെ പോകുന്നതേ. അപ്പൊ അമ്മയൊന്ന് ഇളക്കാനായിട്ട് പറഞ്ഞു. അമ്മയുടെ മൈൻഡ് എങ്ങനെയാണെന്നറിയാം. അമ്മ പാവം വയലന്റ് ഒന്നും ആയില്ല. ഞാൻ വിചാരിച്ചു ദേഷ്യം വന്ന് എന്തെങ്കിലും വിളിച്ചവര് പറയുന്നു. ഇതാണ്ട ഷോപ്പൂസിന്റെ ഡ്രസ്സ് വേണ്ട. അമ്മയ്ക്ക് പുതിയ ചുരിദാറൊക്കെ മേടിച്ച്. അമ്മ അറിഞ്ഞില്ല വേണ്ട, പുതിയ ചുരിദാറുകളൊക്കെ ഉണ്ട്. പിന്നെ തോർത്ത് എല്ലാം ഉണ്ട് വേണ്ട. ഇതെല്ലാം ഇത് വേണ്ട. എല്ലാവർക്കും ഉള്ള ബ്രഷൊക്കെ മേടിച്ച് വെച്ചേക്കണേ. അല്ല ബ്രഷ്, ടങ് ക്ലീനർ എല്ലാം പുതിയത് മേടിച്ച്. പഴയതൊന്നും കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ടേ. അത് ഷീറ്റ് മക്കളെ, അതെല്ലാം അതിനകത്താക്കി. പിന്നെ ഏതാണ്ട് ഇന്ന് ചേട്ടൻ പോയി ഷീറ്റ് മേടിച്ചോണ്ടെന്നാ.
ഷീറ്റ് വെക്കണം. പിന്നെ ബാക്കി ഓൾമോസ്റ്റ് പിന്നെ ഫുഡുണ്ട്. ഫുഡ് നമ്മുടെ നാട് വിട്ട് പുറത്തോട്ട് പോകുന്ന ആദ്യമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് അവിടുത്തെ രീതി ഏതെന്ന് ഒരു പിടിയുമില്ല, ഒരു ഐഡിയ ഇല്ല. അപ്പൊ അതുകൊണ്ട് നൈറ്റിലത്തേക്കുള്ള ഫുഡ് നമ്മൾ കരുതിയിട്ടുണ്ട്. ബ്രെഡാണ് കേട്ടോ. ബ്രെഡൊക്കെ പൊരിച്ച് പഴമൊക്കെ പുഴുങ്ങി ഇങ്ങനെയൊക്കെയാണ് വെച്ചേക്കണം. അല്ലാണ്ട് ഹെവി ഫുഡ് അല്ല. ഹെവി ഫുഡ് നമ്മൾ ഇവിടുന്ന് കഴിച്ചുകൊണ്ടാണ് പോണേ. പിന്നെ ഏതാണ്ട ഇത് മെഡിസിൻ. ഇതില്ലാത്ത കളിയില്ല. ഇത് ഷോബൂസിന്റെ മെഡിസിൻ ഉണ്ട്, എന്റെ ഉണ്ട്, നന്ദപ്പന്റെ ഉണ്ട്. കുഞ്ഞിപ്പെണ്ണിന് വയ്യ. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് ആന്റിബയോട്ടിക് കഴിച്ചോണ്ടിരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണ് പിന്നെ നമ്മള് കുഞ്ഞു മേക്കപ്പ് നമുക്ക് വലിയ അയ്യോ മക്കളെ ചെറിയ ചീപ്പെടുത്തേ വലിയ മേക്കപ്പ് ഒന്നും ഇല്ല. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാറ്റാം. ദേ ഇത്രയും സാധനങ്ങളുണ്ട്. ഇനി ഇതും കൂടി അതിനകത്ത് വെക്കണം. മാറോക്കളെ മക്കളെ ആ ഗുളികയുടെ പാട്ടയും എടുത്തേ, ഗുളികയുടെ ബോട്ടില് ബോക്സ്. അപ്പൊ അതേണ്ട അത്യാവശ്യം സാധനങ്ങൾ ഇതിനകത്താക്കി. ഇനി ഈ ബാഗ് ക്ലോസ് ചെയ്തിട്ട് ബാക്കി മെഡിസിൻസ് ഒക്കെയാണേ. മെഡിസിൻ കുറെ, അതായത് ഗുളികളൊക്കെ ഇതിനകത്താക്കി. ഇനി വേണ്ടത് ഇത് ഈ മെഡിസിൻസ്. ഇതൊക്കെ നന്ദന്റെ വേറൊരു ബാഗുണ്ട്, നന്ദന്റെ സ്കൂൾ ബാഗുണ്ട്, അതിനകത്ത് വെക്കാം. പിന്നെ പൗഡർ ഇപ്പൊ ഇടണം. ചേട്ടൻ കുളിച്ചിട്ടിടണം, നന്ദപ്പം കുളിച്ചിട്ടിടണം. അതുകൊണ്ട് ഇത് മാത്രം വെക്കണില്ല. പിന്നെ ഷോബൂസിന് പൗഡർ ഒക്കെ ഉണ്ട്. ഷോബൂസ് ഇപ്പൊ പറഞ്ഞ ഒരൊറ്റ ഓട്ടോണ് പോയി സുന്ദരിയായിട്ട് തിരിച്ചു വരും. ഇപ്പൊ നോക്കിക്കോ, എക്സ്പ്രഷൻ കാണിച്ചു തരാം. അപ്പം ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പൊ അതെ നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ 2 ബാഗും കൂടെ ഉണ്ടേ. ഒന്ന് ഫുഡ്, ഒന്ന് മരുന്നൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് കൊണ്ടുപോ. ഓ കാറിന്റെ ചാവിയാ? എന്നെ കൂടെ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞിട്ട് അവള് കേട്ടി. എന്നെ കൂടെ കൊണ്ടുപോകാൻ കൊണ്ടുപോയിട്ട് ഞാൻ ആര് നോക്കും? കുഞ്ഞുണ്ണേ അവരെ കൂടെ എന്റെ കൂടെ ആരും വരണ്ട. എനിക്ക് ആരെയും പറയണക്കാൻ വയ്യ. എനിക്ക് വയ്യ കൊണ്ടുപോവാൻ. ആ എന്താ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള ബാഗിനുണ്ടെന്ന് ഉറച്ച് തുണി. നമ്മള് പോവൂല്ലോ, നിങ്ങളെ കൊണ്ടുപോലല്ലോ. നീ ദുഃഖത്തി തന്നെയാണ്. ദുസ്വസ്ഥ തന്നെ. അപ്പൊ ഞാൻ ദുസ്വസ്ഥ ആയതുകൊണ്ട് ഞാൻ എന്തായാലും കൊണ്ടുപോകണില്ല. പ്രശ്നം തീർന്നല്ലേ? ദുസ്വസ്ഥ നമ്മള് പോയിട്ട് വരുന്നത് വരെ ഇവരെ നോക്കിക്കോളൂ. നമ്മൾ പോയിട്ട് വന്നവരെ നോക്കിക്കോളോ? പിടിച്ചു നോക്ക്. ഇപ്പൊ താടാ അമ്മ, നമ്മള് പോയിട്ട് വരുന്നവരെ അവരെ നോക്കിക്കോളോ? കുഴപ്പമൊന്നുമില്ല. എവിടെ നിക്കാം? ഇവിടെ ഇരിക്കോ? അവരെ നോക്കിക്കോളോ? കാരണം ഈ പട്ടി നിങ്ങളുമായിട്ട് ചേരോ? ഈ പട്ടി എന്റെ ആയിട്ട് ചേരില്ല. അവര് തുറന്നുകൂടായി. ഞാൻ തുറന്നു. നിങ്ങളുമായിട്ട് നല്ല സ്നേഹമുള്ള പട്ടിയാണമ്മ. നല്ല പട്ടിയാണമ്മ. അമ്മ പൊന്നു പട്ടിയാണ്. അതിനെ മാത്രം നോക്കിയാൽ മതി. അമ്മ അതിനെ മാത്രം നോക്കിയാൽ മതി. വേറെ ആരെ നോക്കണ്ട. പട്ടി ആക്കണത് മറ്റേ ചെകുത്താൻ പാവൂല്ലേ? എന്ത് നിഷ്കളമായിട്ട് അത് കിടക്കണം. കറുത്ത തുണി തന്നിട്ട് പിന്നെ എന്തിനാണ് ഈ പാശേര ഇതത്ത് കെട്ടി? ഞാൻ പറഞ്ഞിട്ടുള്ളേ കറുത്തത് കെട്ടണേ. വീണ്ടും നീല കളറിൽ പിടിച്ചല്ലേ? നീല കളറിൽ ഞാനിപ്പോ കറുപ്പ് എവിടെ അമ്മ? അത് കറുപ്പിട്ട് കെട്ടാത്ത പറഞ്ഞാ കേൾക്കാത്തോണ്ട് തന്നെ ഞാൻ കൊണ്ടുപോകാത്ത. നമ്മള് പോണ എന്തിനാണെന്നറിയാവോ? എന്തിനാണ് എങ്ങനെ കൊണ്ടുപോകും? കാറ് നിറഞ്ഞ് പെട്ടി 2-3 പെട്ടി, 2 പിള്ളേര്, ഒരു ഭാര്യ. ഇനി അതിന്റെ ഇടയിൽ ഇനി ഇവിടെ പിന്നെ ട്രെയിനിൽ നിങ്ങൾ കയറിയിട്ടില്ലല്ലോ. അതെ, നിങ്ങൾ ട്രെയിനിൽ കയറിയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ട്രെയിനിൽ കയറുമ്പോ തലകറക്കം വരും. ഇല്ല, നിങ്ങൾ നേരത്തെ ദുസ്വസ്തി എന്ന് പറഞ്ഞില്ലേ? എന്നെ കൊണ്ടുപോകാൻ നീ ഒരിക്കലും കൊണ്ടുപോകാൻ. നീ ദുസ്വസ്തിയല്ല, മള്ളമാണ് കോടി തന്നെ. നല്ല മരുമോളി തന്നെ. പക്ഷെ അങ്ങനെ അല്ലല്ലോ കുറച്ചു മുമ്പ് പറഞ്ഞ. നല്ല മരുവോളി തന്നെ. നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞ ദുസ്വസ്തി എന്നല്ലേ? നല്ല മരുവോളി തന്നെ. നീ കൊണ്ടുപോകും. ശോഭന നിങ്ങളെപ്പോലെ നിങ്ങളെ ഉള്ളൂ.
റയർ സ്പീഷ്യസ്. കൊണ്ടുപോ ഇല്ല കൊണ്ടുപോകണം. ഇല്ലെന്നെ. എനിക്ക് ജീപ്പില്ല. നീ കൊണ്ടുവരില്ലെങ്കിൽ ഇങ്ങോട്ട് വരില്ല. എന്റെ ചെക്ക് കൊടുത്തോട്ട് കൊണ്ടുപോണ്ടില്ലെങ്കിൽ നല്ല ഓ ഞാൻ വീട്ടിൽ പോവാം. പിണങ്ങി പോണാ? അതുകൊണ്ട് നിങ്ങൾ ഞാൻ സ്നേഹം വീട്ടിൽ പോവാം. അതുകൊണ്ട് നിങ്ങളെ സ്നേഹം എന്ന് പറഞ്ഞ പട്ടി കിടക്കണത്. സ്നേഹത്തിന് പറ്റിയൊന്നും വേണ്ട. പക്ഷെ അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ ശോഭനെ. പറ്റിയൊന്നും വേണ്ട. പിണങ്ങി പോണില്ലേ? പോണില്ലേ? ഓ, ഓർമ്മിപ്പിച്ചാലേ പോളാം. ഏതുവരെ പോണ്? വീട്ടിൽ പോയിരിക്കണ? അതെ, ഇത് ഇവിടെ വന്ന് നിക്കോ? എന്റെ വീട്ടിൽ പോകണം. ഞാൻ ഇവിടെ ഒന്നും നോളാം. നീ പോ. നീ പോ. അങ്ങോട്ട് വരൂലേ ഇനി? ഞാൻ കൊല്ല വരൂലേ? അങ്ങോട്ട് വരും. അപ്പൊ നമ്മള് പോട്ടല്ല? ഞാൻ അവരോട് അവിടെ നിൽക്കാവുള്ളൂ. നിക്കുള്ളൂ. അപ്പൊ നമ്മള് പോട്ടല്ല? നിന്റെ കൂടെ വരില്ല. ശരി, അപ്പൊ പോണേ കേട്ടാ. നമ്മള് പോയിട്ട് വരാമേ. നെയ് എന്റെ കൂടെ കൊണ്ടുപോവാ. നല്ല മരുവളാണ്. എന്റെ നല്ല മരുവളാണ്. ബാബാ ഉടുപ്പെടുത്തി തരാം. ഉടുപ്പ് പാൻറ് കൊടുക്കാം. യാതൊരു ഉടുപ്പും പാൻറ്? ഞാൻ കൊച്ചിന്റെ ഉടുപ്പും പാൻറ് എടുക്കാന്നുള്ളൂ പറഞ്ഞു. നിങ്ങളെ ഉടുപ്പും പാൻറ് ഒന്നും അല്ല. എന്നെ കൂടെ കൊണ്ടുപോകും. നിങ്ങളെ കൊണ്ടുപോവാ. പറ ഇതുകൊണ്ട് കിട്ടിയില്ല. എന്റെ കൂടെ കൊണ്ടുപോ. ഓ ഞാൻ ശരി ശരി എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ സമാധാനപ്പെടും. സമയം ആവട്ടെ. ഇപ്പൊ എല്ലാ പെട്ടിയെല്ലാം വണ്ടിയിൽ വെച്ചതേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ഇപ്പൊ എന്തായാലും നമുക്ക് പോവാം അല്ലേ? നല്ല മരുമോളായ സ്ഥിതിക്ക് പോവല്ലേ? നല്ല മരുമോളി തന്നെ. ഇല്ല മക്കളെ, അമ്മ അച്ചാമ്മക്ക് ഡ്രസ്സ് എടുക്കാൻ പോണം. നല്ല മരുമോളി തന്നല്ലേ? അപ്പൊ പിന്നെ നമുക്ക് ഇനിയിപ്പോ പോവാം. മര്യാദക്ക് അടങ്ങിയതൊക്കെ നിക്കോ? എന്നെ പോലെ നല്ല മരുവള. തുറ ഗേറ്റ് തുറ. നല്ല മരുവളാണ്. നല്ല മരുവളാണ്. അത് കുറച്ചു മുമ്പ് കേട്ടപ്പോ മനസ്സിലായായിരുന്നു. വേറെ ആരുമില്ല. ഇതിനെ പോലെ വേറെ ആരുമില്ല. അത് കുറച്ചു മുമ്പ് മനസ്സിലായായിരുന്നു. കുറച്ചു മുമ്പേ മനസ്സിലായായിരുന്നു. ഇതാണോ വേണ്ടോന്ന് പറഞ്ഞാ? ഇത് ശരി, ഇത് വിട്ട് വാ. ഇത് വിട്ട് പൗഡറൊക്കെ എഴുതി കണ്ണൊക്കെ എഴുതി വരുമോ? അതെ ഞാൻ ഇനി ഒരുക്കണോ? നിങ്ങൾ ഇട്ടോളോ. ട്രെയിനിൽ പോവാനുള്ള ആവേശം. അമ്മ ട്രെയിനാണ്. ചുക്കു ചുക്കു സൗണ്ടൊക്കെ കേൾക്കും. കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. അമ്മ റെഡി ആയിട്ട് വരട്ടെ. ഇത് നമ്മുടെ ഫുഡാണ്. പഴം പുഴുങ്ങിയത്, ബ്രെഡ് റോസ്റ്റ് ആണ്. പിന്നെ അല്ലാണ്ട് പ്ലെയിൻ ബ്രെഡ്. ആർക്കെങ്കിലും പ്ലെയിൻ വേണമെങ്കിലാന്ന് വെച്ചിട്ട്. പിന്നെ ഇത് ചൂടുവെള്ളം. ഷോബൂസിന് ചായ വേണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് സെപ്പറേറ്റ് ഇതാ ആക്കി വെച്ചേക്കുന്നത്. പിന്നെ ഇത്രയാണ് ഫുഡ് കളക്ഷൻ. ഇനി ബാക്കി പോകാൻ അങ്ങനെ നോക്കാം. നമുക്ക് ഇനി എങ്ങനെയൊന്നും അറിഞ്ഞൂടല്ല ഫുഡിന്റെ കാര്യങ്ങളൊന്നും. അതുകൊണ്ടാണ് ഇത്രയും എടുത്ത് വെച്ചത്. ഇതൊക്കെ ആരും അങ്ങനെ എടുത്ത് വെക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ആദ്യത്തെ ഒരു യാത്രയാണ് ഫാമിലി ആയിട്ട് വിത്ത് അമ്മ. അപ്പൊ അതുകൊണ്ട് ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് കാണാം. ഓക്കെ. പിന്നെ ബാക്കി നമ്മൾ എല്ലാം ഒന്ന് ഇറങ്ങിയിട്ട് ഫൈനലൈസേഷൻ കാണാം. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് കുരുമുളകാണ് കേട്ടാ. എന്റെ ഓമനയുടെ മെയിൻ പരിപാടി ഇതാണ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം. മുളകുണ്ടെങ്കിൽ മുളകിന് ഉണക്കല്, കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് ഉണക്കല്, മല്ലി ഗോതമ്പ് ഉണക്കൽ, ഇതൊക്കെ തന്നെ ജോലി. പാവം ഉള്ള വെയിലത്ത് എടുത്ത് വെച്ച് വയ്ക്കും, തിരിച്ചു വരും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. ഇത് അമ്മ ടാറ്റ പറയാനായിട്ട് നിൽക്കുകയാണ്. അപ്പം എല്ലാവരും ചോദിക്കും അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന്. അമ്മ ഒറ്റയ്ക്കൊന്നും അല്ല, പിള്ളേരുണ്ട്. അമ്മയ്ക്ക് വരണമെന്നും ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയുടെ ഹെൽത്ത് വെച്ചിട്ട് അമ്മയ്ക്ക് വരാൻ താല്പര്യമില്ല. ഞങ്ങൾ കൊണ്ടുപോകാൻ വില്ലിങ് ആയിരുന്നു. പക്ഷെ അമ്മയ്ക്ക് വരാൻ വയ്യാന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് അമ്മ പറയണം അമ്മ ഇവിടെ നിന്നോളാം. അങ്ങനെ അമ്മ ഇപ്പൊ ഇവിടെ അവിടെ
ടാറ്റപ്പൂ ഇറങ്ങി ബോധം പോയി. കണ്ണീന്ന് നമുക്ക് മനസ്സിലാവും അവരുടെ അമ്മയുടെ ആ ഒരു മാറ്റം. എന്ത് മണിയഞ്ചായില്ലേ? മണി 5 6:30 ഇരുട്ടി. കോവിലിൽ പോയി അങ്ങ് പേരില്ലേ? കോവിലിന്റെ പേരില്ല. നിങ്ങളെ മരുന്നില്ലേ? കോവലിന് പേരില്ല. എല്ലാം ഒറ്റയ്ക്ക് ഇതോ വിളിക്കുന്ന നിങ്ങളാ, ഇതോ വിളിക്കുന്ന വാന്ന് ചെല്ലാൻ. ഞാൻ വരുന്നില്ല. എന്റെ കൈയൊക്കെ മാറും. അത് പോണ ഇതിലാണ്ട് ഇനി പിടിച്ചാൽ നിക്കൂല. ഇനി പിടിച്ചാ കിട്ടൂല. പാവ അത് വിളിക്കണണ്ടില്ലേ നിങ്ങളാ? എന്നെ വിളിക്കണ്ട, ഞാൻ വരുന്നില്ല. മിണ്ടായിരിക്കണാനായിട്ട് പ്രൊവോക്കേറ്റ് ചെയ്യാതെ. ഓ വരാം. എന്താ മിണ്ടാണ്ടിരിക്കുക? അത് ഇളക്കിയിട്ട കണ്ട അവന്റെ ഈ ഇളക്കിയിട്ട ഒരു അര സൈക്കോയാണ്. ഓക്കെ, അപ്പൊ നമ്മളതേ മിണ്ടായിരിക്കും പിള്ളേരെ, നമ്മൾ ഇറങ്ങി. അപ്പം എല്ലാം ബാഗെല്ലാം പാക്ക് ചെയ്ത് കാറിനകത്താക്കി. അത് അമ്മ റെഡിയാക്കി ഇറങ്ങി. ഇനി നമ്മൾ പോവാം. നമ്മൾ പോണ വിശേഷങ്ങൾ ഇനി കാണാവേ.